ഈ ഒരു തലമുറയിൽ പ്രണയം, പീഡനം, ലൈംഗികത, ലഹരിക്കടത്ത്, ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് ചേരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ജനറേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിൽ ഏതായാലും ചെറിയ കുട്ടികളായിട്ടുള്ള എല്ലാവരും വലുതായി വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ചെറുപ്പകാലത്ത് നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികളെ വേണ്ട രീതിയിൽ ഉപദേശിച്ചും നിയന്ത്രിച്ചും അത്യാവശ്യം ശാസനകൾ നൽകി നിയന്ത്രിക്കാൻ ഇന്ന് കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്ന് അണുകുടുംബമാണ്. അതിൻ്റെ പേരിൽ 2 പേരും, ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും എന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും. അവർ ചിലപ്പോൾ സന്ധ്യയാകുമ്പോൾ വരുമ്പോൾ അവർ പകൽ ചിലപ്പം പിള്ളേർ സ്കൂളിൽ പോരണം, പക്ഷെ സ്കൂളിൽ പോയിട്ടുണ്ട്, സ്കൂളിൽ തന്നെയാണ് മുഴുവൻ സമയം ഇരുന്നതെന്നൊന്നും ഇവർക്കറിയാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ചില ആളുകൾ, അത് ജൈവികമായിട്ട് നല്ല കാര്യമാണ്, അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാണിന് പെണ്ണിനോട് സ്നേഹം തോന്നും, ആകർഷണം ജൈവികമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാകും, അത് ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കുടുംബത്തിലെ മക്കളെ നമുക്ക് ആ യഥാസമയം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിയന്ത്രിക്കാനും കഴിയാതെ വരുന്നത് കൊണ്ടും വരുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഈ ഒരുത്തൻ പ്രണയം നടിച്ച് കൂടിക്കഴിഞ്ഞാൽ അവനെ വേഗം അടുപ്പിക്കുകയാണ്. അപ്പം അതായത് പ്രണയം നടിക്കുന്നവൻ പിന്നെ കൂടിക്കഴിഞ്ഞ് പിന്നെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ അതിനിടയിലാണ് ഈ ലൈംഗികതയ്ക്ക് പ്രണയം നടിച്ചതിന് ശേഷം ലൈംഗികതയിലൂടെ അതിനിടയിൽ ലഹരി കടത്തുന്നു, ആ പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കുന്നു, ആ പെൺകുട്ടിയും ഒരു കാരിയറാക്കി മാറ്റി അവളെ ഭീഷണിപ്പെടുത്തുന്നു, വീണ്ടും മറ്റുള്ളവർ ഉപയോഗിക്കുന്നു. അതാണ് പ്രണയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണോ, അല്ലെങ്കിൽ അതിന് മുൻപുള്ള കാലഘട്ടത്തിലും ഉണ്ടായിരുന്നാണോ ഈ ഒരു സംഭവം? മുമ്പുള്ള കാലഘട്ടത്തിൽ എന്തായാലും ലഹരി കാരിയർമാരായിട്ട് ആരുണ്ട്. പ്രണയം അപൂർവമായിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചും പാത്തും ഒക്കെ ഉണ്ടായിരുന്നു. പ്രണയമായിരുന്നു മുൻകാലഘട്ടങ്ങളിൽ കണ്ടിരിക്കുന്നതും കേട്ടിരിക്കുന്നതും. അതെ, അത് അങ്ങനെ ഒളിച്ചും പാത്തും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ എല്ലാം ഇത്രയും വളരെ ഓപ്പണായിട്ട് ഉള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. പ്രണയത്തിന് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടിയും തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നടക്കുന്നു. സ്വന്തം മാതാപിതാക്കൾ മുമ്പിൽ കൂടി പോയാലും അവർക്കൊന്നൊരു വിഷയമില്ല. അപ്പോൾ സർവത്ര ഫ്രീഡം എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ അതിൽ നമ്മൾ നമുക്ക് സാധാരണമായിട്ടുള്ളത് മാനുഷിക ജീവിതത്തിൽ ഒളിവിൽ അല്ല, നമ്മൾ മറയിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ മറയിൽ തന്നെ ചെയ്യണം. അതിനൊരു ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മൃഗങ്ങളൊന്നുമല്ല ഓപ്പണായിട്ടൊക്കെ എല്ലാം ചെയ്യാനായിട്ട് മൃഗങ്ങളായിട്ടാണ്, അതല്ലല്ലോ. നമുക്കൊരു വിവേചന ബുദ്ധിയും നമുക്കൊരു ഒരു സാമൂഹ്യ ധാർമ്മികത ഉണ്ടല്ലോ സാധാരണഗതിയിൽ. അങ്ങനെ ജീവിക്കണമെന്നൊരു സ്വയമേ ആർജിക്കേണ്ട ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയെല്ലാം വിട്ടുപോയിരിക്കുന്നു എന്നാണെന്ന് മനസ്സിലാക്കിയത്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും, അതായത് സർവത്ര ഫ്രീഡം എന്നുള്ള രീതിയിലാണ് ഇന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കുന്നത്. അതിൽ വേറെ കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഓർക്കാറുന്നുണ്ട്. അപ്പം ഒരു പാട്ടുകാരാണ്, അതായത് ഡാഡി മമ്മി വീട്ടിലില്ല വിളയാടാൻ നേരമായി എന്നുള്ള ആ പാട്ടൊക്കെ ഇങ്ങനെ ഓർക്കാൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവരെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെ ഒരു പാട്ടുണ്ടായതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ തോന്നലായിരിക്കാം, എന്നാലും എനിക്കത് തോന്നാറുണ്ട്. ഡാഡി മമ്മിയും വീട്ടിലില്ലെങ്കിൽ വിളയാടാൻ നേരമായി. അതായത് ഇത് എന്താ ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഫോൺ ചെയ്യുമ്പോൾ റിംഗ് ടോൺ ഇട്ടിരിക്കുന്നത് ഇതാണ്, ഈ പാട്ടാണ്. റിംഗ് ടോൺ ഇട്ടിരിക്കുന്നത് ഈ പാട്ടാണത്. ഡാഡി മമ്മി വീട്ടിലില്ല വിളയാടാൻ നേരമായി. അപ്പോൾ ഇത് കിട്ടുന്ന ഈ പറഞ്ഞ കാമുകൻ ചിലപ്പോൾ അവനൊരു പോസിറ്റീവ് എനർജി വന്ന് അതിലേക്ക്, അതെ, അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ജനറേഷന് വേണ്ടി നിയമങ്ങൾക്ക് വ്യത്യസ്തകൾ വരുത്തിയിട്ടുണ്ടോ? നിയമങ്ങൾ അതായത് രാത്രി 12 മണിക്ക് ശേഷമായാലും ഏതൊരു അസമയം എന്ന് പറയുന്ന സമയമില്ല എന്നുള്ള ഒരു കാര്യം വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അസമയം എന്ന് പറയുന്നത് പറ്റൂല. സൂര്യൻ മറയുമ്പോഴാണ് ഇരുട്ടാവണത്. അതുകൊണ്ട് നമുക്ക് അസമയം എന്ന് പറയാൻ പറ്റൂല. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്കെല്ലാം ഒരു ഔചിത്യബോധം നമുക്ക് വേണം. അത് ഔചിത്യബോധങ്ങളൊന്നും ഇല്ലാത്തതാണ് ഈ വിഷയം. എന്താണ് വില വേണം? അല്ല, അപ്പോൾ ഔചിത്യബോധങ്ങൾ ഒരു നല്ലൊരു സാമൂഹ്യ ക്രമത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനുഷ്യന് ദ്രോഹിക്കാനല്ല. ഏത് നിയമമായാലും അത് നല്ലൊരു സാമൂഹ്യ ക്രമത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ നിയമങ്ങൾ ഓരോരുത്തരും
അല്ലെങ്കിൽ നമ്മളിൽ സാമർഥ്യമുള്ള ആളുകളെ നിയമങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ നല്ല സാമൂഹിക ക്രമത്തിൽ ജീവിക്കണം, ചിട്ടയോടെ പോകണം, ഈ സമൂഹം അങ്ങനെ പോകണം എന്ന് ഉദ്ദേശം. പക്ഷേ ഇതൊക്കെ കുത്തഴിഞ്ഞ രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. എല്ലാം നിയമങ്ങളിൽ എഴുതപ്പെടണമെന്നില്ല, എഴുതപ്പെടാത്ത കുറേ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചിലതൊക്കെ നമ്മൾ മക്കളോട് നിർദ്ദേശിക്കുന്ന എഴുതപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ. സത്യത്തിൽ ഇപ്പോഴാണ് കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറയപ്പെടേണ്ടത് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഇപ്പോഴാണ് ഭ്രാന്താലയം എന്ന് പറയപ്പെടുന്നത്.